കൗണ്ടർ സ്റ്റിയറിംഗ് ചെയ്താൽ മാത്രമേ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന്റെയോ സ്കൂട്ടറിന്റെയോ ഡയറക്ഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. സാധാരണ എല്ലാവരും കരുതുന്നത് ഹാൻഡിൽ ബാർ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി റൈറ്റിലേക്ക് പോകുന്നു, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലേക്ക് പോകുന്നതാണ്. പക്ഷെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതല്ല സംഭവിക്കുന്നത്. സ്ട്രൈറ്റ് ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഞാനിത് റൈറ്റ് ഹാൻഡിൽ ബാർ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു, അതായത് ഹാൻഡിൽ ഇടത്തേക്ക് തിരിക്കാൻ നോക്കുന്നു, പക്ഷെ വണ്ടി പോകുന്നത് വലത്തേക്ക്. അതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ ബാർ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുന്നു, വണ്ടി ലെഫ്റ്റിലേക്കും പോകുന്നു. ഇവിടെ നടക്കുന്നത് കുറച്ചുകൂടി സ്ലോ സ്പീഡിൽ കാണിച്ചു തരാം. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ബാർ പുഷ് ചെയ്യുമ്പോൾ ആദ്യം വണ്ടി ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് അൺസ്റ്റേബിൾ ആയിട്ട് റൈറ്റിലേക്ക് ലീൻ ചെയ്യുന്ന കാണാം. അതുപോലെ ലെഫ്റ്റ് ഹാൻഡിൽ ബാർ പുഷ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് അൺസ്റ്റേബിളായി ലെഫ്റ്റിലേക്ക് ലീൻ ചെയ്യുന്ന കാണാം. സോ ബേസിക്കലി ഇതാണ് കൗണ്ടർ സ്റ്റിയറിംഗ്. ഇത് തന്നെയാണ് നോർമൽ സ്റ്റിയറിംഗ്. റൈറ്റ് ഹാൻഡ് ബാർ പുഷ് ചെയ്യുകയോ ലെഫ്റ്റ് ഹാൻഡ് ബാർ പുള്ളിയോ ചെയ്താൽ വണ്ടി റൈറ്റിലേക്ക് ലീൻ ആവും. ലെഫ്റ്റ് ഹാൻഡ് ബാർ പുഷ് ചെയ്യുകയോ റൈറ്റ് ഹാൻഡ് ബാർ പുള്ളിയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലെഫ്റ്റിലേക്ക് ലീൻ ആവും. നിങ്ങളിത് എത്ര നേരം ചെയ്യുന്നോ അത്രയും നേരം വണ്ടി ലീൻ ആയിക്കൊണ്ടിരിക്കും. എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് വണ്ടി ലീൻ ആവും. സോ ബേസിക്കലി ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ വളയ്ക്കുകയും തിരിക്കുകയും ചെയ്യുന്നത്. സോ പലരും പറയുന്ന പോലെ കൗണ്ടർ സ്റ്റിയറിംഗ് ഒരിക്കലും ഒരു പ്രോ ടെക്നിക് അല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ലീൻ ചെയ്യാനോ ഡയറക്ഷൻ മാറ്റാനോ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അറിവാണ് നിങ്ങളൊരു പ്രോ റൈഡർ ആക്കുന്നത്. കൗണ്ടർ സ്റ്റിയറിംഗിന്റെ ഫിസിക്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്, ജൈറോസ്കോപ്പിക് പ്രിസിഷൻ, ക്യാമ്പർ ത്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കോർണറിംഗിന്റെ കുറച്ച് പ്രോ ടിപ്സ് ആയിരിക്കും വരുന്നത്. സ്റ്റേ ട്യൂൺ.